വെൽക്കം ബാക്ക് ടു എഡ് സ്പേസ്. അപ്പം നമ്മളിന്ന് ക്ലാസ് 9 CBSEയുടെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററായ സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് ദ റഷ്യൻ റവല്യൂഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ഹോൾ ചാപ്റ്റർ നമ്മൾ 6 പാർട്ടായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത്. അപ്പം ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഏജ് ഓഫ് ചേഞ്ച് എന്നുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ആ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ ഒരു ചോദ്യത്തിലൂടെ ഞാൻ അങ്ങ് തുടങ്ങാം. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർ 8 hours ഒക്കെ ജോലി ചെയ്യുന്നു, സൺഡേ ചിലപ്പോൾ അവധിയുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും പറയുക നിങ്ങൾ 10-15 മണിക്കൂർ 15 to 16 hours അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവരോട് എന്ത് പറയും? പോയി പണി നോക്കാൻ പറയും. അല്ലെങ്കിൽ ഞങ്ങൾ എന്തോ ചിട്ടി റോബോട്ടാണോ ഇങ്ങനെ കടന്ന് വർക്ക് ചെയ്യാൻ എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും ചോദിക്കും അല്ലേ? പക്ഷേ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ കൂടെ 200 വർഷങ്ങൾക്ക് മുന്നേ ഇതൊക്കെ വളരെ നോർമലൈസ് ആയിരുന്നു. എന്നുവെച്ചാൽ കുട്ടികൾ പോലും ഫാക്ടറീസിലായിരുന്നു വർക്ക് ചെയ്യുന്നിരുന്നത്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സുരക്ഷയില്ല, സെക്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ അവധിയില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ കണ്ട പോലെ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് ശമ്പളമില്ല, സാലറി ഇല്ല, വേജ് ഇല്ല. മനസ്സിലായോ? അപ്പം ഇതൊക്കെ വളരെ കുറവായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ അപ്പം കുറച്ച് ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം, ഇപ്പൊ നിങ്ങൾ ചോദിക്കത്തില്ല ഞങ്ങൾ എന്തോ ചിട്ടി റോബോട്ടാണോ, ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നില്ലേ? അപ്പൊ അതുമാതിരി തന്നെ അന്നത്തെ കാലത്ത് ചില ആൾക്കാരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യം വന്നു, ഇതാണോ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു സമൂഹം വേണ്ടത്? അങ്ങനെ കുറച്ച് ആൾക്കാരുടെ മനസ്സിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചു, മനസ്സിലല്ല, കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ആ ഒരു ചോദ്യമാണ്, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ലിബറലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം ഇങ്ങനെ വലിയ വലിയ എന്താ പറയാ ഐഡിയാസിലേക്ക് വേൾഡിനെ എത്തിച്ചത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഈ മാതിരി ഇത്രയും മണിക്കൂർ വർക്ക് ചെയ്യുന്നത് പോസിബിൾ ആണോന്ന്. അപ്പൊ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ആൾക്കാരുടെ മനസ്സിലും ഉണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് ഈ പറയുന്ന മേജർ ഐഡിയാസിലേക്ക് വേൾഡ് എത്തിയത്. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങളുടെ റീഡറിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്ക് ആ ഒരു സെന്റൻസ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ The 19th century brought rapid industrialization, urban growth and new social class. Many people moved from villages to factories, towns and faced crowd living condition, long hours and low pay. These social shift created fertile ground for political ideas, liberalism, nationalism and early socialist thought that questioned monarchy and demanded rights, representation and social justice. കണ്ടോ? ഇങ്ങനെ കുറേയും റാപ്പിഡ് ആയിട്ടുള്ള കുറേ ഇൻഡസ്ട്രീസ് വരാൻ തുടങ്ങി, കുറേ urban ഗ്രോത്ത്, കുറേ സോഷ്യൽ ക്ലാസ്സസ് വരാൻ തുടങ്ങി. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്തു? വില്ലേജസിൽ നിന്ന് ദി മൂവ്ഡ് ഫ്രം വില്ലേജസ് ടു ഫാക്ടറി ടൗൺസിലേക്ക്, ഫാക്ടറികൾ കൂടുതലുള്ള ടൗൺ റീജിയനിലേക്ക് അവർ മാറാൻ തുടങ്ങി. അപ്പൊ എന്താണ്, എല്ലാവരും ഒരേ സ്ഥലത്തോട്ട് അങ്ങ് പോകുമ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? ക്രൗഡ് കൂടും. അപ്പം ഒരുപാട് ലോങ് അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരുന്നു. ലോങ് അവേഴ്സ് വർക്ക് ചെയ്താൽ തന്നെ ശമ്പളം ഉണ്ടോ അതിനനുസരിച്ച്? ഇല്ല. അപ്പൊ ഈ ഒരു കണ്ടീഷൻ പല ആൾക്കാരുടെയും മുന്നിൽ ആൾക്കാർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറെ ആൾക്കാരുടെ മനസ്സിൽ ഇതാണോ നല്ലൊരു സമൂഹം എന്നൊരു തോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിനാണ് ആ ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് ഈ പറയുന്ന ലിബറലിസം, നാഷണലിസം ആൻഡ് ഏർലി സോഷ്യലിസ്റ്റ് തോട്ട് വരാൻ തുടങ്ങിയത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെവല്യൂഷനിലേക്ക് പോകുന്നില്ല. അതിനു മുൻപ് ആളുകളുടെ ചിന്ത എങ്ങനെ മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ്ലി റെവല്യൂഷനിലേക്ക് പോകുന്നില്ല ഈ പാർട്ടിൽ, അത് സെക്കൻഡ് പാർട്ടിലായിരിക്കും. ഈ ഒരു പാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് ആളുകളുടെ ആ ഒരു തോട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും കേട്ടോ. ഓക്കെ, അപ്പം ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ലിബറൽസ്, റാഡിക്കൽസ്, കൺസർവേറ്റീവ് ഇവരൊക്കെ ആരാ എന്ന് നമ്മൾ പഠിക്കും. ഇതിപ്പോ പേര് കേട്ട് വല്ല പൊളിറ്റിക്കൽ പാർട്ടി ആണോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നേരത്തെ അറിയാവുന്ന കുട്ടികളുണ്ടായിരിക്കും. അറിയാത്തവർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പം നമ്മുടെ ഡെയിലി സൊസൈറ്റിയിൽ നമ്മൾ കേട്ട് വരുന്ന പേരാണ് ഈ ഇൻവെർട്ടർ, ആംബിവേർട്ട്, എക്സ്ട്രോവേർട്ട് അല്ലെ. ഇങ്ങനെ കുറെ ആൾക്കാരെ നീ ഇൻവെർട്ടർ ആടാ, നീ ഒന്നും മിണ്ടത്തില്ല. അപ്പൊ ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ അവനൊന്നും മിണ്ടത്തില്ല,
അല്ലെ അവളൊന്നും മിണ്ടത്തില്ല എന്നൊരു തോട്ടാണ്. എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ ഭയങ്കര ഹൈപ്പർ, ആ ഒരു ഐഡിയ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെ ഇവര് അങ്ങനെ കുറച്ച് ആൾക്കാരായിരുന്നു. എന്നുവെച്ചാൽ ഇവര് ലിബറൽസ്, റാഡിക്കൽസ് ആൻഡ് കൺസർവേറ്റീവ്. ബേസിക് ആയിട്ട് ഒരു നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്കൂള്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു പ്രിൻസിപ്പൾ ഒരു പുതിയൊരു റൂള് കൊണ്ടുവന്നു. ഓക്കെ എന്ന് വിചാരിക്കുക, ഇമാജിൻ ചെയ്യുക. അപ്പം റൂള് എന്ന് വെച്ചാൽ ഇനി എല്ലാ സ്റ്റുഡൻസിനും സാറ്റർഡേയും ക്ലാസ് ഉണ്ട്, എല്ലാ സാറ്റർഡേയും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. മനസ്സിലായോ? അപ്പം ചില സമയത്ത് നിങ്ങൾക്ക് അവധിയില്ലേ സാറ്റർഡേ, അതല്ലാതെ നിങ്ങൾക്ക് എല്ലാ ദിവസവും വീക്കിൽ ക്ലാസ് ഉണ്ടെന്ന് അങ്ങ് വെക്കുക. അപ്പം ചില കുട്ടികൾ മിക്ക കുട്ടികളും അതിനെ റിയാക്ട് ചെയ്യും അല്ലെ. അപ്പം ആദ്യത്തെ ഒരു ടൈപ്പ് ഓഫ് കുട്ടികൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഉള്ള സിസ്റ്റം നല്ലതാണ്, പക്ഷെ ചെറിയ മാറ്റം വരുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാൽ അവർക്ക് മാറ്റം വരുന്നത് ഇഷ്ടമാണ്, പക്ഷെ എന്തുവാ പെട്ടെന്ന് അങ്ങനൊന്നും നമ്മൾ മാറാൻ റെഡി അല്ല. മാറ്റമൊക്കെ നല്ലതാണ്, ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു സാർ, പക്ഷെ പെട്ടെന്നൊരു മാറ്റം അതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമാണ് അവരാണ് ആര്? ലിബറൽസ്. മനസ്സിലായോ? ഇവർക്ക് മാറ്റം വേണം, പക്ഷെ പതിയെ മാറ്റം വേണം. മനസ്സിലായോ? ഇനി റാഡിക്കൽസ്, അല്ല ഇതൊന്നും പോരാ, വലിയ മാറ്റം തന്നെ വേണം, പറ്റുവാണെങ്കിൽ ഞായറാഴ്ചയും കൂടെ ക്ലാസ് വെച്ചോ സാർ. ആ ഒരു മെന്റാലിറ്റിയാണ് എന്ത്? ഈ റാഡിക്കൽസിന്. അവർക്ക് മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ മാറ്റം വേണം, ഭയങ്കര ചേഞ്ച് വേണം അവർക്ക്. ഇനി മൂന്നാമത്തെ കൂട്ടം എങ്ങനെയാ, വേറെ ടൈപ്പ് ഓഫ് കുട്ടികൾ എങ്ങനെയാ പറയാം? സാർ മാറ്റം വേണം, പഴയ സിസ്റ്റം അല്ലേ തന്നെ നല്ലത്, വേണമെങ്കിൽ ഞായറാഴ്ചയും കൂടെ ക്ലാസ് വേണ്ട, ശനിയും വേണ്ടായിരുന്നു. ആ ഒരു മെന്റാലിറ്റി, അത് നമുക്ക് ചേഞ്ച് വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടം. മനസ്സിലായോ? അപ്പൊ ആ ഒരു കാറ്റഗറിയാണ് ആര്? കൺസർവേറ്റീവ്. 3 പേരും സൊസൈറ്റിയെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. മീൻസ് ഇതൊരു സൊസൈറ്റിയുടെ രീതിയിൽ ലിബറൽസ്, കൺസർവേറ്റീവ്സ്, റാഡിക്കൽസ് എന്ന പേരിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ 3 പേരും സൊസൈറ്റിനെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ആ ഒരു ചേഞ്ചിനെ കാണുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. മനസ്സിലായോ? അപ്പൊ ഇവരാണ് ഈ ലിബറൽസ്, റാഡിക്കൽസ്, അതുപോലെ തന്നെ കൺസർവേറ്റീവ്സ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇൻഡസ്ട്രിയൽ, ഇപ്പം ഫസ്റ്റ് ടോപ്പിക്ക് നിങ്ങൾ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, അതിലേക്ക് നമ്മൾ പോവാം. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഓക്കെ, വീണ്ടും ഒരു ചോദ്യം. ഇപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പലവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. ഫാക്ടറികൾ വന്നത് നല്ല കാര്യമാണെന്ന് ചിലവർ പറയും, നല്ല കാര്യമല്ലെന്ന് പറയും. ഇപ്പൊ നല്ല കാര്യം ആണെന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഡാർക്ക് സൈഡും കാണും. നല്ല കാര്യങ്ങൾ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെന്താണ് അഡ്വാൻറ്റേജും കാണും, ഡിസഡ്വാൻറ്റേജും കാണും. അപ്പൊ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് നമ്മൾ പോകണം. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫാക്ടറികൾ കൂടുതലായിട്ട് വന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ നടന്നു, അതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ വരുന്നത്. അപ്പൊ ഫാക്ടറികൾ വന്നത് ഒരു നല്ല കാര്യമാണ്, അതെ. പക്ഷെ ഈ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഡാർക്ക് സൈഡും ഉണ്ടാവും. അപ്പൊ ഈ ഫാക്ടറികൾ വന്നപ്പോൾ പ്രൊഡക്ഷൻ കൂടി, അതൊരു നല്ല കാര്യമാണ്. അപ്പം പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്കിനും ആ കൺട്രി കുറച്ചും കൂടെ വെൽത്തി ആവും, കുറച്ചും കൂടെ റിച്ച് ആവും അല്ലെ. പക്ഷെ ഈ സമ്പത്ത്, ആ ഒരു വെൽത്ത് എല്ലാവരുടെയും കയ്യിലെത്തുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഫാക്ടറി ഓണർ കൂടുതൽ റിച്ചായി, സമ്പന്നനായി, കൂടുതൽ റിച്ചായി. ഫാക്ടറികൾ വന്നപ്പോൾ ഒരു പ്രൊഡക്ഷൻ കൂടി, അഫ്കോഴ്സ് പ്രൊഡക്ഷൻ കൂടി, കൺട്രിക്ക് വെൽത്ത് ഉണ്ടാവാൻ തുടങ്ങി. ആ ഒരു ഫാക്ടറിയുടെ ഓണർ ഭയങ്കര റിച്ച് ആവാൻ തുടങ്ങി. പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്ന ലേബറോ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളോ, അവര് രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്നു. ഈ പൊടികളും പുകയും ഒക്കെ നിറഞ്ഞ ഫാക്ടറികളാണ്. അപ്പൊ ചെറിയ നിങ്ങളുടെയൊക്കെ നിങ്ങളെക്കാൾ ഭയങ്കര കുഞ്ഞു കുട്ടികൾ വരെ ആ ഒരു ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നു. ഒരു സേഫ്റ്റി എക്യുപ്മെന്റ് പോലും ഇല്ല. അപകടം സംഭവിച്ചാൽ കൂടെ കോമ്പൻസേഷൻ പോലും ഇല്ല. ഇനി ഇന്ന് നമ്മൾ കാണുന്ന ഈ ലേബർ ലോ, അല്ലെങ്കിൽ മിനിമം വേജ്, അല്ലെങ്കിൽ പെയ്ഡ് ലീവ് എന്നൊക്കെ, ഇവയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ടല്ലേ. ഒരു ദിവസമെങ്കിലും ജോലിക്ക് ഒരു അവധി വേണ്ടേ? അങ്ങനത്തെ ഒരു ജോലി എനിക്ക് വേണ്ട, അല്ലെങ്കിൽ 8 മണിക്കൂർ വരെ വേണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാം, അതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ജോലിക്ക് എനിക്ക് പറ്റത്തില്ല. ആ ഒരു മെന്റാലിറ്റിയിലൊക്കെ ആൾക്കാർ, ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ലേബറിലോ മിനിമം വേജ് ഒക്കെ, അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല
മനസ്സിലായോ? അപ്പം ഇതുകൊണ്ടാണ് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ പണിതവർക്ക് വേണ്ടിയിട്ടാണോ? കാരണം നമുക്ക് ഈ പണിയുന്നവർക്ക് ഒരു ഗുണവും അതിൽ നിന്നും ഉണ്ടാവുന്നില്ലല്ലോ. ലേബർ ചെയ്യുന്നവർക്ക്, അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള അഡ്വാൻറ്റേജസും ഇല്ല. അവര് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിന് വളർച്ച ഉണ്ടാവുന്നല്ലാതെ അവിടെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പവും ഇല്ല, മീൻസ് ഒരു അഡ്വാൻറ്റേജസും അവർക്ക് ഇല്ല. മനസ്സിലായോ? Industrialization, shift from agrarian economics to factories, migration to town, new work patterns and the rise of wage labor. Agrarian economics എന്ന് വെച്ചാൽ കൂടുതൽ ഫാമിംഗ് ഫീൽഡ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമീസിൽ നിന്ന് ഡയറക്റ്റ്ലി ആൾക്കാർ ഫാക്ടറീസിലേക്കും പ്രൊഡക്ഷനിലേക്കും വന്നു. മൈഗ്രേഷൻ ടു ടൗൺസ്, കൂടുതൽ ആൾക്കാർ മുന്നേ പറഞ്ഞ പോലെ ടൗൺസിലേക്ക് വന്നു, പുതിയ വർക്ക് പാറ്റേൺ ആവാൻ തുടങ്ങി. Then, conspicuous wealth among industrialists contrasted with overcrowded slums, insecure labor and child work. ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി കുഞ്ഞു കുട്ടികൾ വരെ, പഠിക്കേണ്ട പ്രായത്തിലെ കുട്ടികൾ വരെ വർക്ക് ചെയ്യാണ്, അവർക്ക് ഒരു സെക്യൂരിറ്റി ഇല്ല. ഓക്കെ, പിന്നെ ന്യൂ ഐഡിയാസ്, എൻലൈറ്റ്മെന്റ് തിങ്കിങ് matured into debates about rights, citizenship and fairness, ideas that motivated reformers and revolutionaries. ഓക്കെ, അപ്പം ഇതാണ് ഈ കുറച്ച് ബേസിക് ഐഡിയ. പിന്നെ ഇനി അടുത്ത് നമ്മൾ പറയാണ് സോഷ്യലിസം. ഇതിപ്പം ജസ്റ്റ് ഒരു ഐഡിയ തരാം കേട്ടോ, ഇന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം സോഷ്യലിസം, നമ്മൾ ഈ കമ്മിങ് ഓഫ് സോഷ്യലിസം ഇൻ യൂറോപ്പ് എന്നൊക്കെ നിങ്ങളുടെ ടോപ്പിക് നിങ്ങളുടെ റീഡറിനകത്തുണ്ടല്ലോ. അപ്പം ആളുകൾക്ക് ഒരു സംശയം വന്നു, ഇങ്ങനെ മുന്നോട്ട് പോയാൽ പാവപ്പെട്ടവരെന്താവും, എന്നും പാവപ്പെട്ടവരായിട്ടിരിക്കും ഈ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ എന്ത് ചെയ്തു, അവിടെ നിന്നാണ് ഈ ഒരു സോഷ്യലിസം എന്ന് പറയുന്ന ഒരു സംഭവം വന്നത്. പക്ഷെ ഈ സോഷ്യലിസം എന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ഒരേ സാലറി കൊടുക്കുക എന്ന് ഉള്ള ഒരു ഐഡിയ അല്ല. മനസ്സിലായോ? സോഷ്യലിസം എന്ന് പറയുന്നത് എല്ലാവർക്കും സോഷ്യലിസം വന്നു, ഇനി സോഷ്യലിസം വന്നാൽ എല്ലാവർക്കും അങ്ങ് ഹൈ സാലറി ആയിരിക്കും എന്നൊരു കൺസെപ്റ്റ് അല്ല ഇവിടെ. മനസ്സിലായോ? അപ്പൊ പലവർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവിടെ ഉണ്ടായിരുന്നു. സോഷ്യലിസം എന്ന് പറയുന്നത് സമൂഹത്തില്, ഈ ഒരു സൊസൈറ്റിയില് വെൽത്ത് വേണം, പണം വേണം, സമ്പത്ത് ഉണ്ടാകണം. പക്ഷെ അതിന്റെ ആ ഒരു ഗുണം എല്ലാവർക്കും കിട്ടണം. മനസ്സിലായോ? സോഷ്യലിസം എന്ന് പറയുന്നത് ഈ ഒരു സൊസൈറ്റിയില് എന്ത് വേണം, സമ്പത്ത് വേണം, വെൽത്ത് വേണം, പക്ഷെ അതിന്റെ ആ ഒരു ഗുണം എല്ലാവർക്കും കിട്ടണം. ഇപ്പൊ ഒരു ഉദാഹരണം നോക്കുകയാണെന്ന്, നിങ്ങളുടെ ക്ലാസ്സിൽ സ്റ്റുഡൻസ്, ഒരു സ്റ്റുഡന്റ്, ഓക്കെ, ആ ഒരു സ്റ്റുഡന്റ് എല്ലാ ബുക്സും, അതായത് ആ ഒരു സ്കൂളിലെ എല്ലാ ബുക്സും അങ്ങ് സ്വന്തമാക്കി വെച്ചേക്കുക, എന്റേതാന്ന് പറഞ്ഞ് വെച്ചേക്കുക. അപ്പൊ ബാക്കിയുള്ളവർക്ക് പഠിക്കാനൊന്നുമില്ല, പഠിക്കാൻ പോലും പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ലൈബ്രറി വന്നു. മനസ്സിലായോ? അപ്പൊ ആ പുസ്തകങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം സോഷ്യലിസത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ഇത് തന്നെയായിരുന്നു. ചില കാര്യങ്ങൾ സമൂഹത്തിന്റെ ആ ഒരു സൊസൈറ്റിയുടെ നല്ലതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കിട്ടണം. അല്ലാതെ സോഷ്യലിസം വന്നതുകൊണ്ടാണ് നമുക്കെല്ലാം അങ്ങ് ജോലിയും ശമ്പളവും ഒക്കെ ഒരുപോലെ കിട്ടും എന്നുള്ളതല്ല. ഒരു കാര്യം വന്നാൽ അതിൽ നിന്ന് എല്ലാവർക്കും എന്തുണ്ടാവണം, ഉപകാരം ഉണ്ടാവണം. മനസ്സിലായോ? ഓക്കെ, ഇനി അപ്പൊ ആ ഒരു സമയത്താണ് ഒരു ഹീറോ നമ്മുടെ പിക്ചറിലേക്ക് വരുന്നത്, കാൾ മാർക്സ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ആര്, കാൾ മാർക്സ്. അപ്പൊ ഈ മാർക്സ് ഒരു ചോദ്യം ചോദിച്ചു, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത് തൊഴിലാളിയാണ്, മീൻസ് ലേബേഴ്സ് ആണ്, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരാണ്, ലേബേഴ്സ് ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ആർക്കാണ്? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. ഇല്ലേ, ഫാക്ടറി ഉണ്ട്, ഫാക്ടറിയിൽ കുറെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നത് ലേബേഴ്സ് ആണ്. അപ്പം അവിടെ വർക്ക് ചെയ്യുന്നതിന്റെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്, ആ ഒരു ഫാക്ടറിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ആർക്കാണ് കിട്ടുന്നത്? ഓണറിന്, ആ ഒരു ഫാക്ടറിയുടെ ഉടമയ്ക്ക്, അല്ലേ? അതുകൊണ്ടാണ്. അപ്പം അത് എന്തുകൊണ്ട്, അതെന്താ അങ്ങനെ എന്നൊരു സംഭവം മാർക്സ് ചോദിച്ചു. അപ്പം മാർക്സ് അതിന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അപ്പം സമ്പത്ത്, ആ ഒരു വെൽത്ത് ഉണ്ടാകേണ്ടത്, അങ്ങനെ ആ ഒരു വളർച്ച ഉണ്ടാകേണ്ടത് ലേബേഴ്സിനാണ്. അതുകൊണ്ട് തന്നെ, കാരണം വെച്ചാൽ അവരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അപ്പൊ അവർക്കാണ് കൂടുതൽ റൈറ്റ്സ് കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സ്വപ്നമാണ് അദ്ദേഹം
ഡ്രീം ചെയ്തത്. മീൻസ് അങ്ങനെ ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ വരണം എന്നൊരു കാഴ്ചപ്പാടിലാണ് എന്ത് കാൾ മാർക്സ് എത്തിയത്. അപ്പം ഒരു 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 എന്താ ചൂഷണമില്ലാത്ത ഒരു സമൂഹം, അതായത് ഒരു തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ഒരു സൊസൈറ്റി ആയിരിക്കണം നമുക്ക് വേണ്ടതെന്ന്. മനസ്സിലായോ? ഓക്കെ. അടുത്തതാണ് ഈ സപ്പോർട്ട് ഫോർ സോഷ്യലിസം. ഈ പറയുന്ന ന്യൂ ഐഡിയ, എൻലൈറ്റ്മെന്റ് തിങ്കിങ്, മെച്ചുവർഡ് ഇൻ ടു ഡിബേറ്റ്സ് അബൌട്ട് റൈറ്റ്സ്, സിറ്റിസൺഷിപ്സ് ആൻഡ് ഫെയർനെസ്, ഐഡിയാസ് ആൻഡ് മോട്ടിവേറ്റഡ് റിഫോംസ് ആൻഡ് റെവല്യൂഷണറീസ് എന്നൊക്കെ നിങ്ങളോട് ഞാനിപ്പോൾ വായിച്ചു ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ല ബോറായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കഥ രീതിയിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നത്. ഇപ്പം നമ്മൾ തുടക്കത്തിൽ എന്ത് കണ്ടു? ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ എന്താണ് ഈ ലിബറൽസിനെ പറ്റി പഠിച്ചു, റാഡിക്കൽസ് ആരാന്ന് പഠിച്ചു, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, ആ ഒരു റെവല്യൂഷൻ, അതായത് എങ്ങനെയാണ് ഫാക്ടറികൾ വന്നത്, നല്ല കാര്യമാണോ എന്നൊക്കെ നോക്കി. ടോപ്പിക്കിൽ 3 വന്നപ്പോൾ നമ്മൾ സോഷ്യലിസം എങ്ങനെയാണ്, എങ്ങനെ ഈ ഒരു സോഷ്യലിസം എന്നൊരു ഐഡിയയിലേക്ക് ആൾക്കാർ എത്തിയെന്ന് നമ്മൾ കണ്ടു. കാൾ മാർക്സിനെ പറ്റി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. ഇനി 4ാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണെങ്കിൽ സോഷ്യലിസത്തിന് സപ്പോർട്ട് ഉണ്ടായോ, സോഷ്യലിസത്തിന് സപ്പോർട്ട് കിട്ടിയോ എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഫാക്ടറിയുടെ കാൾ മാർക്സിന്റെ ബാക്കിയായിട്ട് നമ്മൾ നോക്കിപ്പോവാം. പക്ഷെ ഇങ്ങനെ ഒരു ഈ ഒരു ഐഡിയ, ഇപ്പം കാൾ മാർക്സിന്റെ മനസ്സിൽ ഒരു ഐഡിയ വന്നല്ലോ, ഈ ഒരു പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ നല്ലത് ലേബേഴ്സിനായിരിക്കണം ഉണ്ടാവേണ്ടതെന്ന്. പക്ഷെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഐഡിയ ജസ്റ്റ് ഒരു ബുക്കിൽ എഴുതി വെച്ചാൽ അതങ്ങ് ലോകം അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ രാവിലെ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വഭാവമല്ലേ, നമ്മൾ രാവിലെ ഇങ്ങനെ എഴുതി വെക്കും, അടുത്ത മാസമായി ഇനി 7 മണിക്ക് അല്ലെങ്കിൽ 6 അല്ല 5 മണിക്ക് ഞാൻ എഴുന്നേക്കും, എന്നിട്ട് ഞാൻ പഠിക്കും, എന്നിട്ട് ഞാൻ ഇരിക്കും, എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും അല്ലേ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് എന്ത് സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എന്താ ആളുകൾ അത് വിശ്വസിക്കണം. പീപ്പിൾ ഷുഡ് ബിലീവ് ഇൻ ഇറ്റ് അല്ലെ. അപ്പൊ അതാണ് ഈ സപ്പോർട്ട് ഫോർ സോഷ്യലിസം എന്ന് പറയുന്നത്. ഫാക്ടറികൾ, തൊഴിലാളികൾ, ഈ ഫാക്ടറിയിലെ ലേബേഴ്സ്, അതുപോലെ ചെറിയ ഫാമേഴ്സ്, പുവർ ആയിട്ടുള്ള സിറ്റിസൺസ്, പലവർക്കും സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു ഹോപ്പായിരുന്നു, എന്നുവെച്ചാൽ ഒരു പ്രതീക്ഷ. കാരണം നമ്മൾ എന്തെങ്കിലും നമ്മുടെ കണ്ടീഷനിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. കാരണം അവരത് അങ്ങനെയാണ് ആഗ്രഹിച്ചിരുന്നത്. അവരെന്താണ് ആസ് പെർ അക്കോർഡിംഗ് ടു ദം അവരെന്താണ് ആഗ്രഹിച്ചത്? ഈ രാജാക്കന്മാരൊക്കെ താമസിക്കുന്ന പോലെ വലിയ കൊട്ടാരമാണോ അവർ ആഗ്രഹിച്ചത്? അല്ല. അവർക്ക് ന്യായമായിട്ടുള്ള ഒരു ജോലി, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വർക്കിംഗ് അവേഴ്സ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറി, ഇതൊക്കെയാണ് വളരെ ബേസിക് ആയിട്ടുള്ള നെസസിറ്റിയാണ് അവർ ആഗ്രഹിച്ചത്. മനസ്സിലായോ? അപ്പം മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു റൈറ്റ്, ഒരു അവകാശം. അപ്പൊ അങ്ങനെ സോഷ്യലിസം പതിയെ യൂറോപ്പില് അങ്ങ് പടരാൻ തുടങ്ങി. പക്ഷെ നമ്മളിങ്ങനെ കാണത്തില്ലേ, ചില സിനിമകള് ചില സ്ഥലത്ത്, ചില രാജ്യത്ത് ഭയങ്കര ഹിറ്റാവും അല്ലെ. അപ്പൊ അതുമാതിരി തന്നെ ഈ ഒരു ഐഡിയ ഏറ്റവും സ്വാധീനിച്ചത്, ഏറ്റവും അങ്ങ് കത്തിക്കേറിയത് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? റഷ്യയിലായിരുന്നു. റഷ്യയിലായിരുന്നു. അപ്പൊ അവിടെ നടന്ന ആ ഒരു സംഭവങ്ങളാണ് ലോക ചരിത്രം, വേൾഡ് ഹിസ്റ്ററി എന്ന് തന്നെ ഹിസ്റ്ററിയെ തന്നെ മാറ്റിയത്. എവിടെ നടന്നത്? റഷ്യയിൽ നടന്നത്. അത് നമ്മൾ പാർട്ട് 2 പഠിക്കും. ഓക്കെ. അപ്പം റഷ്യയില് എന്തൊക്കെ നടന്നു എന്നൊക്കെ നമ്മൾ അടുത്ത പാർട്ടിൽ കാണും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് കണ്ടു? റെവല്യൂഷൻ നമ്മൾ ഇന്ന് പഠിച്ചില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു റെവല്യൂഷൻ എന്തുകൊണ്ട് ആവശ്യമായി വന്നു എന്ന് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ കണ്ടു. ഓക്കെ. അപ്പൊ പാർട്ട് 2 നമ്മൾ നേരെ റഷ്യയിലേക്ക് അങ്ങ് പോവും. അവിടെ സാർ നിക്കോളസ് II ഒക്കെ കാണും. അത് ആരാന്ന് ചോദിക്കരുത്, നമ്മൾ പഠിക്കും. 1905 റെവല്യൂഷൻ കാണും, വേൾഡ് വാർ 1 കാണും, ലെനിൻ കാണും. ലെനിൻ ഒരു മെറ്റീരിയൽ അല്ല, ഒരാളാണ്, ഒരു മനുഷ്യനാണ്. ഒക്ടോബർ റെവല്യൂഷനെ പറ്റി പഠിക്കും. അപ്പം എല്ലാം നമുക്കൊരു സ്റ്റോറി പോലെ മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ന്? ടോപ്പിക് 1 ആയിട്ട് നമ്മൾ ലിബറൽസ്, റാഡിക്കൽസ്, കൺസർവേറ്റീവ്സ്, നിങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരുടെ ഒരു രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടോപ്പിക് 2 നമ്മൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ചിനെ പറ്റി പഠിച്ചു. ഈ ഫാക്ടറി വന്നതോടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, കുട്ടികൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. ടോപ്പിക് 3 നമ്മൾ കമ്മിങ് ഓഫ് സോഷ്യലിസം എങ്ങനെ വന്നു, അപ്പൊ അതിനെപ്പറ്റി പഠിച്ചു. പിന്നെ കാൾ മാർക്സ് ആരാന്ന് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ സോഷ്യലിസത്തിന് സപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അത് എവിടെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ നമ്മൾ അടുത്ത പാർട്ടിലായിരിക്കും റഷ്യയിലേക്ക് പോകുന്നത്, അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു.
അപ്പം യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലും, ഹെഡ് സ്പേസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.